സെയിം ലൊക്കേഷൻ, രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ്. ഒന്നകത്തും ഒന്ന് പുറത്തും. ഒന്ന് കണ്ടാലോ? എൻ്റെ മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്ന അതേ ലൊക്കേഷൻ, അതായത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ചാക്കോച്ചൻ്റെയൊക്കെ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിരുന്ന അതേ ലൊക്കേഷൻ. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സിനിമകളുടെ ലൊക്കേഷൻ വരുന്നത്. അതിൽ ആദ്യത്തേത് ദാ ഈ കാണുന്ന ഈ സിനിമയുടെ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന സമയത്ത് ഞാനവിടെ ഇല്ല. ഞങ്ങളവിടെ സ്ഥലം മാറിപ്പോയിരുന്നു. ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ എൻ്റെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിച്ചിരുന്ന സ്ഥലമാണിത്. ഈ സിനിമ ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ഞാൻ അകത്തും പുറത്തും ഷൂട്ടിംഗ് നടന്ന കാര്യം പറഞ്ഞല്ലോ, അതിൽ പുറത്ത് ഷൂട്ടിംഗ് നടന്ന സിനിമ ഇതാണ്. ഇനി അകത്ത് ഷൂട്ടിംഗ് നടന്ന സിനിമ കാണിച്ചു തരാം. ഇതാണ് ആ സിനിമ. ഈ സിനിമ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇത് വിക്രമാദിത്യൻ എന്ന സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത് അത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് ഒരു സ്കൂളാണ്. ഈ സ്കൂളിനകത്ത് വെച്ചിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. പുറത്ത് വെച്ചിട്ട് ആട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു. ഈ രണ്ട് സിനിമകളുടെയും സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ രണ്ട് സീനുകളുടെയും ഭിത്തികൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഈ സ്കൂളിനകത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കയറിയിട്ടുള്ളത് സ്വാതന്ത്ര്യദിനം അതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് കയറുക. മിഠായി വാങ്ങിക്കാൻ കയറുന്ന കേട്ടോ. ചെറിയൊരു പാക്കറ്റിനകത്ത് നമുക്കൊരു 5-6 മിഠായി കാണും അതിനകത്ത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കയറുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാക്റ്റ് എംപ്ലോയീസിൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളായിരുന്നു. ഞാനൊക്കെ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതിനകത്ത് കയറുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. ഈ കാണുന്നതാണ് ആ സ്കൂളിൻ്റെ മുൻഭാഗം. ആ കാണുന്നത് വലിയൊരു പാലമരമാണ് കേട്ടോ. നമ്മുടെ ദുൽഖർ വന്നിറങ്ങുന്ന സമയത്ത് ബാക്കിൽ ഈ മരം കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഒരുപാട് വട്ടം വന്നിരുന്നിട്ടുണ്ട് ഈ ക്രിക്കറ്റൊക്കെ കളിക്കാൻ വരുന്ന ടൈമിൽ. ഇതാണ് ആട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ആ സ്ഥലം. ഇത് ആ സ്കൂളിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെയാണ് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കാറ്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം.